ഹരി ഓം. ദശകം 31 ശ്ലോകം 8. താവദ്ദൈത്യാസ്ത്വനുമതിമൃതേ ഭർത്തുരാരബ്ധയുദ്ധാഃ ദേവോപേതൈർഭവതനുചരൈः സംഗതാ ഭംഗമാപൻ കാലാത്മായം വസതി പുരതോ യദ്വശാത് പ്രാഗ്ജിതാ സ്മഃ കിം വോ യുദ്ധൈരിതി ബലിഗിരാതേധ പാതാളമാപുഃ. പദച്ഛേദം നോക്കാം. താവത് ദൈത്യാഹ തു, ദൈത്യ പ്ലസ് തു, അനുമതിം ഹൃദേ ഭർത്തുഃ ആരബ്ധ യുദ്ധാഃ. താവത് ദൈത്യാസ്ത്വനുമതിം ഹൃദേ, ദൈത്യാഹ പ്ലസ് തു ദൈത്യാസ്തു, അത് കഴിഞ്ഞ് വരുന്നത് തു പ്ലസ് അനുമതിമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ത്വാന്നായത്. താവത് ദൈത്യാസ്ത്വനു, താവത് ദൈത്യാസ്ത്വനുമതിം ഹൃദേ, ത്വതു അനുമതിം ഹൃദേ, അത് മാറി മൃദേ എന്നാവുന്നു. കാര്യം അം കഴിഞ്ഞിട്ട് ഹൃദയ എന്ന് വരുന്നത് ഒരുമിച്ച് വരുമ്പം മൃദേ എന്ന് വരുന്നു. മൃദേ എന്ന് എടുത്ത് വായിക്കരുത്. താവത് ദൈത്യാസ്ത്വനുമതിം ഹൃദേ ഭർത്തുഃ ആരബ്ധയുദ്ധാഃ ഭർത്തുരാരബ്ധയുദ്ധാ തേവ ദേവ ഉപേതൈഃ, ദേവ ഉപേതൈഃ ദേവോപേതൈർ ഭവത് അനുചരൈഃ സംഗതാ ഭംഗം ആപൻ. ദേവോപേതൈർഭവതനുചരൈഃ സംഗതാ ഭംഗമാപൻ കാല ആത്മാ അയം, കാലാത്മായം വസതി പുരതഃ യത് വശാത് പ്രാഗ് ജിതാഃ സ്മഃ. കാലാത്മായം വസതി പുരതോ യദ്വശാത് പ്രാഗ്ജിതാ സ്മഃ. കിം വഹ, അതാണ് വോ, കിം വോ എന്നുള്ളത് കിം വഹ യുദ്ധൈഃ ഇതി, യുദ്ധൈരിതി ബലിഗിരാ തേ അധ പാതാളം ആപുഃ. കിം വോ യുദ്ധൈരിതി ബലിഗിരാ തേധ പാതാളമാപുഃ. താവത് ദൈത്യാസ്ത്വനുമതിം ഹൃദേ ഭർത്തുരാരബ്ധയുദ്ധാഃ ദേവോപേതൈർഭവതനുചരൈഃ സംഗതാ ഭംഗമാപൻ കാലാത്മായം വസതി പുരതോ യദ്വശാത് പ്രാഗ്ജിതാ സ്മഃ. കിം വോ യുദ്ധൈരിതി ബലിഗിരാതേധ പാതാളമാപുഃ. ശ്ലോകം 8 അന്വയവും അർത്ഥവും നോക്കാം. അങ്ങനെ ആ ഭഗവാന്റെ വിജയം ഇന്ദ്രാദി ലോകപാലന്മാരും പിന്നെ ജാമ്പവാനും ഒക്കെ വളരെയധികം ആഘോഷിച്ചു. ആ വിജയോത്സവം ലോകമെല്ലാം പെരുമ്പറയടിച്ച് അറിയിച്ചു എന്ന് പറഞ്ഞു. ഭട്ടതിരിപ്പാട് പറയുന്നു, ദേവ താവത് ദൈത്യാഃ തു ഭർത്തുഃ അനുമതിം ഹൃദേ ആരബ്ധയുദ്ധാഃ. ദേവ, അല്ലയോ ഗുരുവായൂരപ്പ, താവത് ദൈത്യാഃ, അപ്പോൾ അസുരന്മാരാകട്ടെ, തു ഭർത്തുഃ അനുമതിം ഹൃദേ, ആ അസുരന്മാരാകട്ടെ തങ്ങളുടെ നാഥനായ മഹാബലിയുടെ സമ്മതം കൂടാതെ യുദ്ധം ആരംഭിച്ചിട്ട്, എന്തുകൊണ്ടാണ് യുദ്ധം ആരംഭിച്ചത്? തങ്ങളുടെ നാഥനായ മഹാബലിയെ കബളിപ്പിച്ചു എന്ന് വിചാരിച്ച് യുദ്ധം ആരംഭിച്ചതാണ് ഈ അസുരന്മാർ. അതാണ് പറയുന്നത്, ദേവ, അല്ലയോ ദേവ, താവത് ദൈത്യാഃ തു ഭർത്തുഃ അനുമതിം ഹൃദേ ആരബ്ധയുദ്ധാഃ ഉപേതൈഃ ഭവതനുചരൈഃ സംഗതാഃ ഭംഗം ആപൻ. ഉപേതൈഃ പെട്ടെന്ന് വന്നു ചേർന്ന, ഭവതനുചരൈഃ പെട്ടെന്ന് വന്നു ചേർന്ന അവിടുത്തെ കിങ്കരന്മാരോട് ഏറ്റുമുട്ടി തോൽവിയടഞ്ഞു. ഉപേതൈഃ ഭവതനുചരൈഃ സംഗതാഃ ഭംഗം ആപൻ. അപ്പോൾ ഭഗവാനോട് യുദ്ധം ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് അവിടുത്തെ കിങ്കരന്മാർ ഓടി വന്നു, അവരുമായിട്ട് ഏറ്റുമുട്ടി. അങ്ങനെ
ആ മഹാബലിയുടെ ആൾക്കാർ തോൽവിയടഞ്ഞു. കാലാത്മാ അയം പുരതഃ വസതി. കാലാത്മാ അയം പുരതഃ വസതി. ആ കാലസ്വരൂപനാണ് ഈ മുമ്പിൽ നിൽക്കുന്നത്. കാലാത്മാ അയം പുരതഃ, മുമ്പിൽ നിൽക്കുന്നത്. കാലാത്മാ അയം പുരതഃ വസതി. യദ്വശാത് പ്രാഗ്ജിതാഹ സ്മ. യദ്വശാത്, ആ കാലത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് പണ്ടു നാം ജയിച്ചത് എന്നാരാ പറയുന്നത്? മഹാബലി പറയുകയാണ്. മഹാബലി അവരുടെ കിങ്കരന്മാരോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഈ മുമ്പിൽ നിൽക്കുന്നത് സാധാരണ ഒരാളല്ല, കാലസ്വരൂപനാണ്. ആ കാലത്തിൻ്റെ ആ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് പണ്ടു നാം ജയിച്ചത്. വഹ യുദ്ധൈക്കിം ഇതി ബലിഗിരാ തേ അധ പാതാളം ആവുഹു. വഹ യുദ്ധൈഹിക്കും, നിങ്ങളുടെ യുദ്ധങ്ങളെ കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ഇതി ബലിഗിര എന്നുള്ള മഹാബലിയുടെ വാക്കിനാൽ തേ അധ പാതാളം ആവുഹു, അവർ ഉടനെ പാതാളത്തിലേക്ക് പോയി. അപ്പോൾ ഈ വിഷ്ണു ആ ബ്രഹ്മചാരി വേഷത്തിൽ മഹാബലിയെ ചതിച്ചതാണെന്ന് അറിഞ്ഞപ്പോൾ അസുരന്മാർ തങ്ങളുടെ ആ നാഥനായിട്ടുള്ള മഹാബലിയോട് ചോദിക്കാതെ തന്നെ ആയുധങ്ങളെല്ലാം എടുത്ത് ഭഗവാനെ കൊല്ലാൻ വേണ്ടി പാഞ്ഞു ചെന്നു. അപ്പോൾ വിഷ്ണു കിങ്കരന്മാർ അവിടെ വന്ന് എതിർത്തിട്ട് അസുരന്മാരെ തോൽപ്പിച്ചു. അപ്പോൾ അത് കണ്ടപ്പോൾ മഹാബലി അസുരന്മാരോട് പറഞ്ഞു, ആശ്വസിപ്പിച്ചു. എന്നിട്ട് പണ്ട് നാം ജയിച്ചത് എന്തെന്നാൽ കാലഗുണം കൊണ്ടാണ്. ഇപ്പോൾ ആ കാലസ്വരൂപനായ ഭഗവാൻ ദേവന്മാർക്കാണ് അനുകൂലനായിട്ട് നിൽക്കുന്നത്. ഇനിയും നമുക്ക് ആ കാലഗുണം വരുമ്പോൾ ദേവന്മാരെ തോൽപ്പിക്കാം, അല്ലെ ദേവന്മാരോട് യുദ്ധം ചെയ്ത് നമുക്ക് ജയിക്കാം. ആ മഹാബലിയുടെ ഈ വാക്ക് കേട്ടിട്ട് അസുരന്മാരെല്ലാം പാതാളത്തിലേക്ക് പോവുകയും ചെയ്തുവല്ലോ എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. താവദ്ദൈത്യാസ്ത്വനുമതിമൃതേ ഭർത്തുരാരബ്ധയുദ്ധാഃ ദേവോപേതൈർഭവതനുചരൈ സംഗതാ ഭംഗമാപൻ കാലാത്മായം വസതി പുരതോ യദ്വശാത് പ്രാഗ്ജിതാ സ്മഃ കിം വോ യുദ്ധൈരിതി ബലിഗിരാതേധ പാതാളമാവുഃ.